ആദ്യമായി മാതാവിനും തിരുക്കുമാരനും കോടാന് കോടി നന്ദി. എൻ്റെ പേര് ഡോക്ടർ സൂരജ്. എൻ്റെ വൈഫിൻ്റെ പേര് ഡോക്ടർ ഐശ്വര്യ. ഞാൻ വരുന്നത് കിങ്സ് കോളേജ്, ലണ്ടനിലുള്ള കിങ്സ് കോളേജിൽ നിന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാനൊരു ഹിന്ദുവാണ്, വൈഫും ഹിന്ദുവാണ്. ഞാൻ ഉടമ്പടി എടുത്തത് മെയ് 6, 2024 എന്ന് വെച്ചാൽ 4 മാസം റഫ്ലി. വൈഫ് ഉടമ്പടി എടുത്തത് ഏപ്രിൽ 2023 അപ്പോൾ ഞാൻ ഇപ്പം നേരിട്ട് UK നിന്ന് വരുന്ന വഴിയാണ്. ഞാൻ അത്രയും ആഗ്രഹത്തോടെ ഇവിടെ ശരിക്കും നേരിട്ട് UK ഇവിടെ കൃപാസനത്തിൽ തന്നെ വരണമെന്നുണ്ട് ഉണ്ടായതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ 3-4 മാസത്തിനിടയ്ക്ക് എനിക്ക് സംഭവിച്ച ശരിക്കും ഒരു മിറാക്കിൾസിൻ്റെ ഒരു വർഷം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നല്ലൊരു ദൈവവിശ്വാസി ആണെങ്കിൽ പോലും പക്ഷേ ഈ 3-4 മന്ത്സിനകത്ത് ശരിക്കും ഒരു അത്ഭുതകരമായ ഒരു മാറ്റമാണ് ജീവിതത്തിൽ വന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇവിടെ വരാൻ കാര്യം. ആദ്യമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ശരിക്കും ഒരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്കുള്ളൊരു മെസ്സേജാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഫാദർ ജോസഫ് സാധാരണ പറയുന്ന പോലെ ഒരു ടൈം ഷോർട്ടനിങ് അത് ശരിക്കും ജീവിതത്തിൽ അനുഭവിച്ച ആളാണ് ഞാൻ. ശരിക്കും സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം മെഷീൻ മാതാവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ടൈം മെഷീനാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു നമ്മൾ ടൈമിൽ പുറയിലേക്ക് പോയി നമ്മൾ ചെയ്ത എന്തെങ്കിലും തെറ്റുകൾ തിരുത്താൻ നമ്മൾ എന്നും ആഗ്രഹിക്കുന്നു. ശരിക്കും മാതാവ് നമുക്കത് ഗിഫ്റ്റായിട്ട് തന്നിരിക്കുന്ന ഒരു ടൈം മെഷീൻ. സയൻറ്റിഫിക്കലി ടൈം വാർപ്പ് എന്ന് പറഞ്ഞ ഒരു സെനാരിയോ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്തിനെ ചുരുക്കി അത് നമുക്ക് ഒത്തിരി ഡിസ്റ്റൻസിലേക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷനാണ്. ശരിക്കും മാതാവ് ഈ ടൈമിൻ്റെ രൂപത്തിലാണ് ശരിക്കും നമുക്ക് വന്നേക്കുന്നത്. ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, രണ്ടാമത് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ സംഭവിച്ച്, പിന്നെ എൻ്റെ ഫാമിലിക്ക് കിട്ടിയ കാര്യങ്ങൾ. പേഴ്സണൽ ലൈഫിൽ ഞാനും വൈഫും തമ്മിൽ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ 7 വർഷമായെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒത്തിരി ഡിഫറൻസസ് ഉണ്ടായിരുന്നു. ശരിക്കും മുഖത്തോട്ട് നോക്കാൻ പോലും പറ്റാത്ത ഒരു അസ്വസ്ഥതകളുണ്ടായിരുന്നു. അങ്ങനെയാണ് വൈഫ് ഉടമ്പടി ഇവിടെ വന്ന് എടുക്കാൻ കയറുക. അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഉടമ്പടി എടുത്തെന്ന്. പക്ഷേ ഉടമ്പടി എടുത്ത് ഒരു 3 to 6 മന്ത്സിന് ഇടയ്ക്ക് തന്നെ അത്ഭുതകരമായ മാറ്റം. അതായത് ഈ 6 വർഷം ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ദാമ്പത്യമല്ല, ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിലൊരു വിദ്വേഷം മാറ്റിയിട്ട് ഒരു പ്രണയം തന്നെ ഞങ്ങൾക്ക് വീണ്ടും കിട്ടിയ പോലെ ഒരു അത്ഭുതകരമായ മാറ്റമാണ് വൈഫ് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. വൈഫിനെ ഞാൻ വൈഫ് ഇതുപോലെ ഉടമ്പടി എടുത്തപ്പോഴത്തേക്കിന് പോസ്റ്റ് ഗ്രാജുവേഷൻ അപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ കിട്ടാത്ത ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത് വിത്തിൻ 3 മന്ത്സ് തന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സീറ്റ് കിട്ടുകയും അതൊരു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ കിട്ടിയാണ്. അതുപോലെ ഞാനിപ്പോൾ UK യിലാണെങ്കിലും വൈഫ് ആക്ച്വലി നാട്ടിലാണ്. അപ്പോൾ വൈഫിന് UK യിലേക്ക് പോകണമെങ്കിൽ അവൾക്ക് പാസ്പോർട്ട് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ വൈഫിൻ്റെ സർട്ടിഫിക്കറ്റ്സ് പഠിച്ച കോളേജിൽ തന്നെ അവിടെ ബ്ലോക്കായി കിടക്കുമായിരുന്നു. ഞങ്ങൾ ഒത്തിരി പൊളിറ്റിക്കൽ പ്രഷർ, ഒത്തിരി ഇൻഫ്ലുവൻഷ്യലായിട്ട് ഒത്തിരി ആൾക്കാർ, മന്ത്രിമാർ തുടങ്ങിയവരെ കൊണ്ട് പറയിച്ചിട്ട് പോലും ശരിക്കും ആ കോളേജുകാർ അത് ഞങ്ങൾക്ക് തരാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ ഈ മെയ് 6, 2024 ഉടമ്പടി എടുത്ത് വിത്തിൻ 3 മന്ത്സ് ശരിക്കും പറഞ്ഞാൽ വൈഫിൻ്റെ അത്ഭുതകരമായ രീതിയിൽ തന്നെ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾ വഴി ഈ കോളേജിനോട് ഇടപെട്ട് അവർ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അതെന്നെ ഞെട്ടിപ്പിച്ച ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വൈഫിന് വിസയ്ക്ക് ആപ്ലിക്കേഷൻ വെക്കണമെങ്കിൽ അവർക്ക് പാസ്പോർട്ട് വേണം. പക്ഷേ പാസ്പോർട്ടിന് ഉള്ള എല്ലാ രീതിയിലും ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പറ്റത്തില്ല. പക്ഷേ ഈ മാസം സെപ്റ്റംബറിൽ ഞങ്ങൾ പാസ്പോർട്ടിന് ആപ്ലിക്കേഷൻ വെച്ചിട്ടിരിക്കുകയാണ്. ഈ മാസം എൻ്റെയോടെ വിസയ്ക്ക് ഞാൻ കാത്തിരിക്കുന്നു. ഈ മാസം UK യിലേക്ക് പോകാനും ഞങ്ങൾ എല്ലാ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ അത് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ പ്രൊഫഷണൽ ലൈഫിൽ ഞാൻ ഡോക്ടറാണെങ്കിലും ഞാൻ ശരിക്കും ഇന്ത്യയിൽ നിന്ന് ഞാനൊരു 10-11 വർഷം എക്സ്പീരിയൻസോടെ UK പോയിട്ട് ശരിക്കും ഒരു ജൂനിയർ ലെവലിലേക്കായിരുന്നു ഞാൻ വർക്ക് ചെയ്യാൻ ഇടവന്ന ഒരു രജിസ്ട്രാർ ലെവലിലേക്ക്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് അതിനേക്കാൾ ഒത്തിരി മുന്നിലേക്ക് നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ ഈ 3 മാസത്തിനിടയ്ക്ക് 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഒരു അവസ്ഥ വന്നു. അതാണ് എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പം നോർമലി എൻ്റെ ഇപ്പോഴത്തെ ഒരു UK യിലെ ഇത് വെച്ചൊരു 2 years എക്സ്പീരിയൻസും ഒരു രജിസ്ട്രാർ ലെവലിൽ തന്നെ തുടർന്ന് ഒരു ഹയർ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് 5 വർഷം കൊണ്ട് ഒരു കൺസൾട്ടൻ്റ് ആകാം. അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 5-6 വർഷം കൊണ്ട് നേടേണ്ടത് ശരിക്കും ഈ 3 മന്ത്സ് കൊണ്ട് നേടിയെന്നാണ് ഞാൻ ഈ ടൈം ഷോർട്ടനിങ് എന്ന് പറഞ്ഞത്. അപ്പം ഈ 3 മന്ത്സിനിടയ്ക്ക് എനിക്ക് സംഭവിച്ച 2 ഇൻ്റർവ്യൂ. ഒന്ന് ഞാൻ മെറിറ്റോടെ എൻ്റെ ക്രെഡൻഷ്യൽസ് വെച്ച് ഞാൻ ശ്രമിച്ച് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് എക്സാം അപ്ലൈ ചെയ്ത് UK യിൽ തന്നെ അവിടെ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂ ചെയ്തു. ഇൻ്റർവ്യൂ വളരെ ടഫായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും മാതാവിൻ്റെ ഉപ്പും കാശുരൂപവും വെച്ച് എണ്ണയും വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കയറുന്നത്. ആരും കാണാത്ത രീതിയിൽ എനിക്ക് മാത്രം കാണും. കാരണം ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ പക്ഷേ ടഫായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ റാങ്ക് ആ ഇൻ്റർവ്യൂവിൽ പാസ്സായെങ്കിലും പക്ഷേ എനിക്ക് പുറയിലേക്കായിരുന്നു. അപ്പം അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവ് എനിക്ക് ഞാൻ ആഗ്രഹിച്ച ആ സീറ്റ് എനിക്ക് തരുകയും ചെയ്തു. പക്ഷേ അതെനിക്ക്
ഒരു സക്സസ് ആയിരുന്നെങ്കിലും പക്ഷേ നെക്സ്റ്റ് സ്റ്റേജിൽ വന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അപ്പം ഞാൻ എന്താണോ കഴിഞ്ഞ ഒരു അതായത് അടുത്ത 6 വർഷം കൊണ്ട് എന്താണോ നേടേണ്ടിയിരുന്നത് അത് ഒരു കൺസൾട്ടൻറ്റ് ജോബായിരുന്നു. അപ്പോൾ കൺസൾട്ടൻറ്റ് ജോബ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴുള്ള ശമ്പളത്തെക്കാളും ഡബിൾ ശമ്പളം കിട്ടും. പിന്നെ UK ജീവിക്കണമെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ ഹൈ ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വൈഫിനെ കൊണ്ടുപോയി എനിക്കൊന്ന് നോർമലായിട്ടൊരു ലൈഫ് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്കൊരു സെക്കൻഡ് ഇൻ്റർവ്യൂ വരുന്നു. ആ സെക്കൻഡ് ഇൻ്റർവ്യൂവിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കാതെ, അതായത് എൻ്റെ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു സീനിയർ ആയിട്ടുള്ള പ്രൊഫസേഴ്സ് എന്നോട് ജസ്റ്റ് പറഞ്ഞു, കാഷ്വലായിട്ട് പറഞ്ഞു, ഒരു ലേഡിയാണ് പറഞ്ഞു. അതാണ് എനിക്കൊരു അത്ഭുതം. പറഞ്ഞു അപ്ലൈ ചെയ്യൂ, ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യൂ, ഈ പോസ്റ്റിന് അപ്ലൈ. അപ്പം ഞാൻ 6 വർഷം കഴിഞ്ഞ് അപ്ലൈ ചെയ്യാനായിരുന്ന, പക്ഷെ ഞാൻ അപ്ലൈ ചെയ്തു, കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് അപ്ലൈ ചെയ്തു. പക്ഷേ അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോഴും എൻ്റെ 2 ഇയർ UK എക്സ്പീരിയൻസ് വെച്ച് എന്താവാനാന്ന് വെച്ചാൽ ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോഴും കാശ് രൂപം ഇതും ഓയിലും വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 10 minutes ഉള്ള ഷോർട്ട് ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ അവർ പറഞ്ഞു എനിക്ക് കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ജോബ് ഗ്യാരൻറ്റീഡാണ്. മാത്രമല്ല അവരിങ്ങോട്ട്, ഞാനൊന്നും ചോദിക്കാതെ അവരിങ്ങോട്ട് ഓഫർ ചെയ്ത് ഇന്ത്യയിലുള്ള ഇതിന് മുമ്പുള്ള എൻ്റെ 11 വർഷത്തെ എക്സ്പീരിയൻസും കൂടി ചേർത്ത് ഉള്ളൊരു സാലറി അവരെനിക്ക് ഇങ്ങോട്ട് തരാമെന്ന് ഞാൻ ചോദിക്കാമെന്ന് തന്നെ ഓഫർ ചെയ്ത്. അപ്പം ശരിക്കും 6 വർഷം കഴിഞ്ഞ് നടക്കേണ്ട കാര്യം എനിക്ക് ജസ്റ്റ് 3 months കൊണ്ട് നടന്ന അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. കാരണം ഞാൻ ഹൈന്ദവമായ പരിഹാരങ്ങളും ഒക്കെ ചെയ്യുന്ന ആളാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളും കൂടിയാണ്. പക്ഷേ ഈ ടൈം ഷോർട്ടനിങ് അത് ആ മാതാവിന് മാത്രമുള്ള ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നു. പിന്നെ പറയാനുള്ളത് BRP കാർഡ്. എൻ്റെ ബ്രിട്ടീഷ് റെസിഡൻസ് പെർമിറ്റിന് ഒത്തിരി തടസ്സങ്ങൾ, അതായത് പുതിയ ജോലിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ കാർഡ് വേണം. കാർഡ് ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ത്യയിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പഴയ ജോലി കഴിഞ്ഞ് ഞാൻ എത്ര വെയിറ്റ് ചെയ്തതിനും സാധാരണ 5 ദിവസം കൊണ്ട് എക്സ്ട്രാ പൈസയും കൊടുത്തിട്ടാണ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. അപ്പോൾ 5 days കൂടി കിട്ടുമല്ലോ എന്ന് വെച്ചാൽ, പക്ഷേ 1.5 മാസമായിട്ട് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് എൻ്റെ പഴയ BRP കാർഡിൻ്റെ മുകളിൽ ഉപ്പ് വെച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. വൈഫ് എന്നോട് ആവശ്യപ്പെടാനുണ്ടായി, ഇങ്ങനെ പറയൂ, എൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 6 ആയിരുന്നു. ബർത്ത്ഡേക്ക് കിട്ടുന്ന പോലെ എനിക്ക് ഗിഫ്റ്റായിട്ട് തരണമെന്ന് ഞാൻ വലിയ പ്രതീക്ഷയിലോടല്ലെങ്കിലും ശരി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. വൈഫ് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തു. കൃത്യമായിട്ട് സെപ്റ്റംബർ 6 എന്നുള്ള ആ ഡേറ്റിൽ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് BRP കാർഡിൻ്റെ മെയിൽ എനിക്ക് വരിക, എനിക്കെല്ലാം സാങ്ഷനായി. അതിൻ്റെ അടുത്ത ദിവസം BRP കിട്ടി. സെപ്റ്റംബർ 7 ഞാൻ ഇന്നിവിടെ നിൽക്കുന്നു. അപ്പോൾ അത് മാതാവ് തന്ന ഒരു അത്ഭുതം തന്നെയാണ്. പിന്നുള്ളത് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന കാര്യങ്ങളാണ്. വൈഫ് പലപ്പോഴും വൈഫിൻ്റെ അമ്മ കുഴഞ്ഞു വീണ ഒരു സമയത്ത് വൈഫ് എണ്ണയും തൈലവും വെച്ച് പ്രാർത്ഥിച്ചു, അമ്മയ്ക്ക് കുഴപ്പമൊന്നും വരല്ലേ. ശരിക്കും വിത്തിൻ സെക്കൻഡ്സ് തന്നെ അമ്മ ഉണർന്നു വന്ന് ഒരു വീക്ക്നെസ്സോ സ്ട്രോക്കോ അങ്ങനെ ഉണ്ടാകുമെന്ന് നമ്മൾ സ്വാഭാവികമായിട്ട്, പക്ഷെ ഒരു കുഴപ്പമില്ല, അത് കംപ്ലീറ്റ് ആയിട്ട് നോർമലായിട്ട് വരുണ്ടായി. അതുപോലെ എൻ്റെ ബ്രദറിലോയ്ക്കും ലങ്സിൽ ഹോൾ വീണ് ന്യൂമോത്തറാക്സ്, യങ് ആയിട്ടുള്ള ആളാണ്. അപ്പോഴും വീണ്ടും സ്കാനൊക്കെ ചെയ്തപ്പം യാതൊരു കുഴപ്പമില്ലാതെ അങ്ങനെ ഒരു അത്ഭുതം നടന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പ്രവൃത്തികൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു 4 months ആയിട്ട് ഞാൻ ആദ്യം കാഷ്വലായിട്ട്, അതായത് ഉടമ്പടി അങ്ങനെ ഒരു കാര്യം കാഷ്വലായിട്ടുള്ള ഒരു വലിയ വിശ്വാസത്തോടെ അല്ല എടുത്തത്. പക്ഷേ എടുത്തു കഴിഞ്ഞ് പക്ഷേ കൃത്യമായിട്ട് അച്ഛൻ പറയുന്ന പോലെ തന്നെ 5:30 എന്നുള്ള ടൈം രാവിലെ ഉണ്ടെങ്കിൽ ഈ 100 days കഴിഞ്ഞ 100 days കൃത്യനിഷ്ഠയോടെ അത് ഞാൻ പാലിച്ചിട്ടുണ്ട്. അതുപോലെ പറ്റുന്ന സൺഡേകൾ, ഞാൻ ഡ്യൂട്ടി ഉള്ളപ്പം പാടായിരിക്കും, പക്ഷേ എന്നാലും പറ്റുന്ന സൺഡേയിലൊക്കെ ഞാൻ ഫാദറിൻ്റെ ധ്യാനം കൂടുമായിരുന്നു. അതുപോലെ എനിക്ക് ഈ മാതാവിൻ്റെ ജപമാല എന്ന് പറഞ്ഞാൽ എനിക്ക് പുതിയതാണ്. ഞാൻ അങ്ങനെ ജീവിതത്തിൽ ചെയ്തിട്ട് പോലും ഇല്ലാത്ത കാര്യമാണ്. വൈഫ് എന്നോട് പറഞ്ഞാൽ മാതാവിന് ഇത് ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ കൃത്യമായിട്ട് ആഴ്ചയിൽ ഒരിക്കലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജപമാലയും ചൊല്ലിയും അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കിട്ടാനൊരു വലിയ അനുഗ്രഹമായി. പിന്നെ ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞാൻ UK നിൽക്കുമ്പോൾ എനിക്ക് പാടാണ്, പക്ഷേ ഇവിടുന്ന് വൈഫാണ് അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അവർ ബീച്ച് സൈഡിൽ ഫുഡൊക്കെ ഉണ്ടാക്കി പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കും. ചാരിറ്റി ട്രസ്റ്റ് ഫുഡ് ഫോർ വയനാട് ഇഷ്യൂ ഒക്കെ വന്നപ്പോഴും ഫുഡ് ഫോർ പൂർ എന്നുള്ളൊരു അതിലേക്കൊക്കെ ഡൊണേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് പത്രം എൻ്റെ ഒരു പ്രൊഫഷനിലിരുന്ന് ഈ ഒരു ഈഗോ വെച്ചിട്ട് എനിക്ക് സാധിക്കത്തില്ലെന്ന് വിചാരിച്ചെങ്കിലും, പക്ഷേ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് തിരിച്ച് വണ്ടിയിൽ ട്രിവാൻഡ്രം എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ പത്രം എല്ലാം ഓരോ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞിരുന്നു. അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്തിന് വലിയ കാരണമായി. കാരണം 6 നിയോഗത്തിനേക്കാളും കൂടുതൽ കാര്യങ്ങളാണ് മാധവ് എനിക്ക് ഇതുപോലെ ഗിഫ്റ്റായിട്ട് തന്നെ. അതുപോലെ പ്രതീക്ഷിക്കാതെ തന്നെ ഈ 3 മാസത്തിനിടയ്ക്ക് എനിക്ക് കിങ്സ് കോളേജ് ലണ്ടൻ വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവിടെ നിന്ന് എനിക്ക് അവാർഡും കിട്ടി. എക്സലൻസ്, ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു എക്സലൻസ് അവാർഡ്, അത് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ കിട്ടുള്ളൂ. ആ എക്സലൻസ് അവാർഡും മാതാവ് എനിക്ക് നേടി തരുകയുണ്ടായി. ഈ 3-4 മാസം തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹിന്ദുവായ ഞാൻ ശരിക്കും എപ്പോഴും ജപങ്ങൾ ചൊല്ലുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ 3-4 months ഇടയ്ക്ക് ഞാൻ ശരിക്കും മാതാവിൻ്റെ പ്രാർത്ഥന മാത്രമേ ഞാൻ ചൊല്ലിയിട്ടുള്ളൂ എന്നും ഒരു അതിശയം തന്നെയാണ്. പിന്നെ
അപ്പം കോടാനുകോടി നന്ദി മാതാവിന് ഇത്രയും അത്ഭുതങ്ങൾ സാധിച്ചു തന്നതിനും. അതുപോലെ തന്നെ ഞാൻ കാരണം ഞങ്ങളുടെ ഫാമിലിയിൽ 2 പേരും കൂടി ഉടമ്പടി എടുക്കാനുണ്ടായി. അങ്ങനെ ബ്രദറിലോയും സിസ്റ്ററിലോയും എടുത്ത സെക്കൻഡ് ഡേ, ഞാൻ ഒരു വർഷമായിട്ട് അവർ ജോലിക്കൊക്കെ ട്രൈ ചെയ്യുന്നു, പുറത്തേക്ക് പോകാൻ UK ന്യൂസിലൻഡൊക്കെ പോകാൻ ട്രൈ ചെയ്തു. പക്ഷേ അവർ ഈ കഴിഞ്ഞ ആഴ്ച ഉടമ്പടി എടുത്ത സെക്കൻഡ് ഡേ തന്നെ അവർക്ക് കണ്ടീഷണൽ ഓഫർ ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞ് UK നിന്ന് വന്നു. അതും എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനിയും കുറേ ഉണ്ട്, പക്ഷേ അത് ഞാൻ പറയുന്നില്ല. പക്ഷേ കോടാനുകോടി നന്ദിയുടെ മാതാവിൻ്റെ ഈ ശരിക്കും പറഞ്ഞാൽ ടൈം മെഷീനാണ് നമുക്ക് ഗിഫ്റ്റായി തന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്.